ഗതാഗത ടൂറിസം രംഗത്ത് വികസന കുതിപ്പാകുവാൻ മലപ്പുറം വയനാട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന നിർദ്ദിഷ്ട നിലമ്പൂർ മുണ്ടേരി മേപ്പാടി മലയോര ഹൈവേ യാഥാർത്ഥ്യമാക്കുവാൻ ജനപ്രതിനിധികൾ ഒന്നിച്ചു നിൽക്കണമെന്ന് ആര്യാടൻ ഷൌക്കത്ത് MLA. നിലമ്പൂർ മുണ്ടേരി മേപ്പാടി മലയോര ഹൈവേ കർമ്മസമിതി രൂപീകരണ യോഗം പോത്തുകൽ പഞ്ചായത്ത് ഹാളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇവിടെ നമുക്ക് പരമാവധി ഇത്തരം ഇതൊക്കെ നമുക്ക് അവരേക്ക് ഉൾപ്പെടുത്താം. പക്ഷെ അവരെ മുന്നിൽ നമ്മൾ അവതരിപ്പിക്കുന്നത് നടക്കാവുന്ന ഒരു കാര്യമാണ്. അങ്ങനെ ഒരു ആശയമായിരിക്കണം. കാരണം നമുക്കൊരു ആവശ്യം പറഞ്ഞിട്ട് കാര്യമില്ല. ആവശ്യം നമുക്കൊക്കെ പറയാം, എന്റെ വീട്ടിൽ റോഡ് വേണം, അവിടെ റോഡ് വേണം, ഇവിടെ റോഡ് വേണം, അത് ആവശ്യമാണ്. പക്ഷേ ആവശ്യത്തോടൊപ്പം തന്നെ ഇത് നടപ്പാക്കാനുള്ള രീതി കൂടി നമ്മളൊക്കെ മുന്നിൽ വെച്ചു കൊടുത്താൽ, ക്രിയാത്മകമായ ഒരു രീതി കൂടി മുന്നിൽ വെച്ചു കൊടുത്താൽ കുറച്ചുകൂടി ഏത് കാര്യമാണെങ്കിലും നടക്കാൻ ഉൾക്കൊള്ളു. അപ്പൊ അതിനുള്ള ഒരു നല്ല ചർച്ചകൾ കൂടി ഇവിടെ ഉണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. മലപ്പുറത്തെയും വയനാട്ടിനെയും ഒന്നിപ്പിക്കുന്ന പാത എന്നതിലുപരി കേരളത്തിന്റെ വികസന രംഗത്ത് നാഴികക്കല്ലാകുന്ന പാതയാകും ഇതെന്നും അദ്ദേഹം വ്യക്തമാക്കി. പോത്തുകൽ പഞ്ചായത്ത് പ്രസിഡന്റ് MA ജോസ് അധ്യക്ഷത വഹിച്ചു. പ്രിയങ്ക ഗാന്ധി MP, PV അബ്ദുൽ വഹാബ് MP, മന്ത്രി T സിദ്ദിഖ്, MLA മാരായ ആര്യാടൻ ഷൌക്കത്ത്, IC ബാലകൃഷ്ണൻ, ഉഷ വിജയൻ, VS ജോയ്, TP അഷ്റഫ് അലി, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബോബി C മാമ്പ്ര, ജില്ലാ പഞ്ചായത്ത് അംഗം NA കരീം എന്നിവർ മുഖ്യ രക്ഷാധികാരികളായും പോത്തുകൽ പഞ്ചായത്ത് പ്രസിഡന്റ് MA ജോസ് ചെയർമാനും CH ഇഖ്ബാൽ കൺവീനറുമായി 51 അംഗ നിലമ്പൂർ മുണ്ടേരി മേപ്പാടി മലയോര ഹൈവേ കർമ്മസമിതിക്ക് രൂപം നൽകി. സർവകക്ഷി രാഷ്ട്രീയ പ്രതിനിധികളും വ്യാപാരി ജനപ്രതിനിധികളും സന്നദ്ധ സംഘടനാ പ്രതിനിധികളും അംഗങ്ങളാണ്. പാത കടന്നു പോകുന്ന സ്ഥലങ്ങളിലെ MLA-മാരെയും ഉദ്യോഗസ്ഥരെയും പങ്കെടുപ്പിച്ച് തിരുവനന്തപുരത്ത് ഉന്നതതല യോഗം ചേരും. പാത യാഥാർത്ഥ്യമായാൽ ബംഗളൂരുവിൽ നിന്നും എറണാകുളത്തേക്കുള്ള ദൂരത്തിൽ 70 കിലോമീറ്റർ കുറവുണ്ടാകും. നിലമ്പൂർ മുണ്ടേരിയിൽ നിന്നും വയനാട്ടിലെത്തുവാൻ നാടുകാണി വഴി 102 കിലോമീറ്റർ ചുറ്റിക്കറങ്ങണം. പാത യാഥാർത്ഥ്യമായാൽ കേവലം 48 കിലോമീറ്ററേ വരൂ. നിലവിൽ 12 കിലോമീറ്റർ മാത്രമേ പുതിയ റോഡ് വേണ്ടി വരികയുള്ളൂ. ഇതിൽ 4 കിലോമീറ്റർ കൃഷി വകുപ്പിന് കീഴിലുള്ള മുണ്ടേരി ഫാമിലൂടെയും 8 കിലോമീറ്റർ വനത്തിലൂടെയുമാണ്. വനത്തിലൂടെയുള്ള ഭാഗം പരിസ്ഥിതിക്കും വന്യമൃഗങ്ങൾക്കും ശല്യമില്ലാത്ത തരത്തിൽ എലിവേറ്റഡ് ഹൈവേയോ തുരങ്കപാതയോ ആക്കി മാറ്റാവുന്നതാണ്. നിലമ്പൂരിലെയും വയനാട്ടിലെയും ടൂറിസം രംഗത്തിനും പുതിയ ഉണർവായിരിക്കും ഈ പാത. യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബോബി C മാമ്പ്ര, ജില്ലാ പഞ്ചായത്ത് അംഗം NA കരീം, മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PP സുഗതൻ, ഇഖ്ബാൽ മുണ്ടേരി, റഷീദ് എലുമ്പലാശ്ശേരി, മുസ്തഫ പാക്കട, സുധീഷ് ഉപ്പട, വിബീഷ്, രാജു തുരുത്തേൽ, ഹക്കീം ശങ്കരത്ത്, വയനാട് മേപ്പാടിയിൽ നിന്നുള്ള കർമ്മസമിതി പ്രതിനിധി P ഹൈദരലി തുടങ്ങിയവർ സംസാരിച്ചു. SS Gold, Pure Gold. SS Group, നിലമ്പൂർ.